ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നൊരു ബർത്ത്ഡേ വീഡിയോ ആണ് കേട്ടോ. പിന്നെ ബർത്ത്ഡേൻ്റെ ചെറിയൊരു ഫങ്ഷനായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം മൂന്നാളെയും 3 മാസം അടുപ്പിച്ചായിട്ടാണ് കേട്ടോ ബർത്ത്ഡേ വരുന്നത്. അപ്പം പിന്നെ ഏപ്രിൽ മെയ് ജൂൺ അങ്ങനെ ആയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പം ഇന്ന് എന്തൊക്കെയോ വിചാരിച്ചിന്, പക്ഷെ ഒന്നും നടന്നില്ല കേട്ടോ. പിന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിലെല്ലാം പോകാനുണ്ടായതുകൊണ്ട് ഒന്നും നടന്നില്ല. കേക്കെല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കാമെന്നെല്ലാം വിചാരിച്ചതാണ്. പക്ഷെ ഒന്നും ആയിട്ടാ. ഉമ്മാക്കും എനക്കും രണ്ടാൾക്കും സുഖം ഉണ്ടായിട്ടാ. പെട്ടെന്ന് തലവേദനയും അങ്ങനെയെല്ലാം വന്ന് പിന്നെ ഹോസ്പിറ്റലിൽ പോയാലുള്ള അവസ്ഥ അറിയാമല്ലോ. പിന്നെ അവിടെ പോയാൽ പിന്നെ വൈകുന്നേരം കഴിഞ്ഞിട്ട് വരാൻ സാധിക്കുമല്ലോ. അപ്പം പെട്ടെന്ന് ആയതാണ് കേട്ടോ. ഒരു പ്രതീക്ഷിക്കാതെ രാവിലെ ഞാൻ കേക്കും പിന്നെ അങ്ങനെയെല്ലാം ആക്കാം, ഫുഡ് ഉണ്ടാക്കാമെന്നെല്ലാം വിചാരിച്ച് കുറച്ച് നല്ലവണ്ണം കുട്ടികളെ അവൻ്റെ ഫ്രണ്ട്സുകളെ നല്ലവണ്ണം വിളിക്കാമെന്നെല്ലാം വിചാരിച്ചിന്. അപ്പം ആദ്യത്തെ മൂത്ത മോൻ്റെ എല്ലാവരും വിളിച്ചിന്. അപ്പം ഓനും പറഞ്ഞിന് എൻ്റെ എല്ലാവരും വിളിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പം പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പോയപ്പം വിചാരിച്ച് പിന്നെ ആരെയും വിളിക്കണ്ട. അത് പിന്നെ അവൻ്റെ മുഖം കണ്ടപ്പം നല്ല സങ്കടം തോന്നിയപ്പം വൈകുന്നേരം നമ്മൾ വന്നിട്ട് എല്ലാവരെയും വിളിച്ചേട്ടാ. കുറച്ചാളെല്ലാം വിളിച്ചിന്, കുറച്ച് പേരെ വിളിച്ചിട്ടു, അധികം ആളെ വിളിച്ചിട്ടാട്ടാ. അപ്പം വൈകുന്നേരം അതിന് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ കേക്കെല്ലാം ബേക്കറിയിൽ നിന്ന് തന്നെ വാങ്ങിച്ചിന് കേട്ടോ. ഉണ്ടാക്കാനൊന്നും സമയം കിട്ടിയിട്ട. സാധനമെല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിന്, പക്ഷെ ഉണ്ടാക്കാനൊന്നും സമയം കിട്ടിയിട്ടാ. രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോയതുകൊണ്ട് അപ്പോൾ എനിക്കും ഭയങ്കര തലവേദന ഉണ്ടായിന് കേട്ടോ. അപ്പം നമ്മൾ പ്രതീക്ഷിക്കാണ്ടായിരിക്കുമല്ലോ ഓരോരോ കാര്യങ്ങൾ വരൽ. അപ്പം പിന്നെ വേഗം തന്നെ വൈകുന്നേരം വന്നിട്ട് പിന്നെ വേഗം തന്നെ ചോറെല്ലാം ഉണ്ടാക്കാൻ വിചാരിച്ച്, നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കാൻ വിചാരിച്ച്. ഞാൻ ആദ്യം വിചാരിച്ച് മന്തി ഉണ്ടാക്കാമെന്നെല്ലാം വിചാരിച്ചതാണ് കേട്ടോ. പക്ഷേ ഒന്നും നടന്നില്ല. ഇങ്ങനെ ആയതുകൊണ്ട് പിന്നെ മന്തിക്ക് കുറച്ച് റെസ്റ്റ് ചെയ്യാനെല്ലാം വെക്കണ്ടേ, അപ്പോൾ ടൈം എടുക്കൂലേ. അപ്പം പിന്നെ വിചാരിച്ച് നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഹസ്ബൻഡും എന്നെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഉപ്പെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറി ഇപ്പുറത്തുനിന്ന് വാങ്ങുന്നുണ്ട് കേട്ടോ. രണ്ടിലും വെച്ചിട്ട് ഒന്നിച്ചാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ടൈം തീരെയില്ല. കുട്ടികളൊക്കെ ഇപ്പം വരും. അപ്പോൾ ആ സമയം ആകുമ്പോഴത്തേക്കും ആക്കണം കേട്ടോ. രാവിലെ മദ്രസയിൽ സ്കൂളിലെല്ലാം പോകാനില്ല. അപ്പോൾ അവർക്ക് ഉറങ്ങാനെല്ലാം വേഗം ഉറങ്ങുന്ന കുട്ടികളായിരിക്കൂലേ. അപ്പം അതുകൊണ്ട് വേഗം തന്നെ നമുക്ക് ആക്കിയെടുക്കാം. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വേഗം രണ്ടടുപ്പിൽ വെക്കുന്നത്. ഒരു തിരക്ക് പിടിച്ച പണിയാണ് കേട്ടോ ഇത്. വേഗം സമയമില്ലാത്ത സമയത്താണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇപ്പുറം കറി ഉണ്ടാക്കാൻ വെച്ച് ചോറിന് വെള്ളം ഒഴിച്ചതുകൊണ്ട് അപ്പുറം ലോ ഫ്ലെയിമിലെ തീയിൽ വെച്ചേട്ടാ. അത് തിളക്കുമ്പോഴും നമുക്ക് നോക്കണ്ട. അപ്പോഴത്തേക്ക് ഇപ്പുറത്തേന്ന് കറിയാവും. അപ്പോൾ ഇതാ തക്കാളിയും ഉള്ളിയെല്ലാം ഇട്ട് സവാളയെല്ലാം ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിൻ്റെ അടുക്ക് ഇതാ അരി കഴുകാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അരിയൊന്ന് കഴുകിയെടുക്കട്ടെ. വെള്ളം തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് അരിയൊന്ന് കഴുകിയെടുക്കണം. കുട്ടികളെല്ലാം വരുന്ന സമയം ആകുന്നതേ ഇല്ലൂ. അപ്പോൾ അവരൊക്കെ വരണത്രേ. അപ്പോൾ ഇതാ പുറത്ത് ആടെ ഹാളിലൊന്നും ചെയ്തിട്ടൊന്നുമില്ല, ബലൂണെല്ലാം കൊണ്ട് വരുന്നതേ ഇല്ലൂ. അപ്പോൾ കുറച്ച് ബലൂൺസ് എല്ലാം വാങ്ങിച്ചിട്ട് ഒട്ടിക്കാമെന്ന് വിചാരിച്ചിന്. അപ്പോൾ ആ ബലൂണെല്ലാം കൊണ്ടുവരുന്നതേ ഇല്ലൂ. അപ്പം ഇത് ചെയ്തിട്ട് വേണം കേട്ടോ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ചോറിൽ ഞാനൊരു നാരങ്ങ മുറിച്ചിടുന്നുണ്ട്. അപ്പോൾ സവാളയും തക്കാളിയെല്ലാം നല്ലോണം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റൊന്നും ചെയ്യാൻ മറന്നേക്കല്ലേ. അപ്പോൾ ഇതൊക്കെ വഴണ്ടി വന്നാൽ ഞാനിതാ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകെല്ലാം പേസ്റ്റ് ആക്കിയിട്ടുണ്ടായിന്, അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഹസ്ബൻഡ് ചെയ്ത് തന്നിട്ട് വെച്ചിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ തേങ്ങയെല്ലാം ചിരകി തന്നിട്ടുണ്ടായിന്. അപ്പോൾ ചോറിൻ്റെ വെള്ളം അവിടുന്ന് തിളക്കണം അത്ര കേട്ടോ. അവിടെ ഇപ്പുറത്തെ അടുപ്പിൽ കുറച്ച് ചെറിയ തീയാണ്, ഈ തീൻ്റെ അത്ര ഇല്ല കേട്ടോ അപ്പുറത്തെ അടുപ്പിലത്തെ തീ. അപ്പോൾ ഇതിലേക്ക് ചിക്കൻ കറിയിലേക്ക് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചേ വേണ്ട, തേങ്ങ അരച്ചിട്ട് വെക്കുന്നതാണ്. അപ്പോൾ കുട്ടികൾക്കൊന്നും നല്ല എരിവ് പറ്റൂലല്ലോ, അതുകൊണ്ട് ഞാൻ തേങ്ങ അരച്ചിട്ട് തന്നെ വെക്കാൻ വിചാരിച്ച് മുളകൊന്നും അധികം ഇടാണ്ട്. അപ്പോൾ ആ സമയം തന്നെ ഞാനിവിടെ
ഗ്യാസെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ പൊടിയോ അതും ഇതെല്ലാം മറിഞ്ഞിട്ടുണ്ടായിന്. ശരിക്കും അങ്ങനെ ക്ലീൻ ആക്കി എടുക്കാൻ എനിക്ക് അത്ര ടൈം കിട്ടിയിട്ടാട്ടോ. അപ്പോൾ ഈ കറിയിലേക്ക് ഞാൻ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതാ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ മസാലയും ആ ചിക്കനെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ കറിയിലേക്ക് തന്നെ ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് കലക്കി കൊടുക്കാം. അപ്പോൾ കുട്ടികളൊക്കെ അപ്പുറം വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓരോരാളായിട്ട് ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ പിന്നെ അപ്പുറത്തെ തീയിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കറി അങ്ങനെ തിളക്കിയേ വേണ്ടു. മറ്റേ ചോറിൻ്റെ വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ കറിൻ്റെ തേങ്ങ ഞാൻ ഇടുന്ന അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കറി തിളക്കുന്ന സമയം കൊണ്ട് ഞാൻ തേങ്ങ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരോ കുട്ടികളായിട്ട് അപ്പുറം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരിങ്ങനെ കളിക്കുന്നതെല്ലാം ഉണ്ട്. അവിടെ ബലൂണെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ബലൂണ് പൊന്തിച്ചിട്ടും അങ്ങനെയെല്ലാം കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് കലക്കിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പൊത്തി വെച്ചാൽ ചോറാടായി കിട്ടും കേട്ടോ. കറിയും നമുക്ക് ആ തേങ്ങ അരച്ച് കൂട്ടാനേ ഇല്ല, വലിയ പണിയൊന്നുമില്ല. അപ്പോൾ ഏകദേശം ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. പണിയെല്ലാം ഒരുങ്ങിയിട്ടുണ്ട്. ഇനി അപ്പുറം കുട്ടികളെ ഡെക്കറേഷനും അങ്ങനെയെല്ലാം അവർ കളിക്കുന്നതും അങ്ങനെയെല്ലാം നോക്കണം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് ആ കൗണ്ടർ ടോപ്പെല്ലാം ഞാനൊന്ന് എല്ലാം അവിടെ ഒതുക്കി വെക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് വേഗം ഒന്ന് ഒതുക്കി വെക്കാനൊന്നും സമയം കിട്ടിയില്ല, ടൈം കിട്ടിയില്ല. അപ്പം അതെല്ലാം ഞാനൊന്ന് ഒതുക്കി എടുക്കുന്നുണ്ട്. ആ വെച്ച സ്ഥലത്ത് തന്നെ എല്ലാം എടുത്തു വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് ഇതേപോലെ തുടച്ചു കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടച്ചുകൊണ്ട് നിന്നാൽ അത്ര വൃത്തികേടായിട്ട് കാണൂല കേട്ടോ. നമുക്ക് കുറച്ച് ഇങ്ങനെ സമയമെല്ലാം കിട്ടൂല. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമുക്കിത് വേഗം ഒന്ന് ആ കൗണ്ടർ ടോപ്പെല്ലാം ഒന്ന് തുടച്ചെടുക്കണം. അപ്പോൾ ഇതാ കഴുകാനുള്ള പാത്രമെല്ലാം ഞാൻ കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ചോറ് ഇടായിട്ടുണ്ട് കേട്ടോ. നെയ്ച്ചോറ് ഇടായിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് കയ്യിലോടൊന്ന് ഇതേപോലെ മിക്സാക്കി എടുക്കാം കേട്ടോ. ആ നെയ്യെല്ലാം എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് സമയം നമുക്ക് ആ തുറന്നിട്ട് തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ പൂട്ടിയിട്ട് വെച്ചാൽ അതിൽ നിന്ന് തന്നെ കുറച്ചും കൂടെ വേവും. അതുകൊണ്ട് തുറന്നിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഇതാ ചിക്കൻ കറീൻ്റെ ചിക്കൻ തിളച്ച് ആ ചിക്കനെല്ലാം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ആ സമയം നമുക്ക് ഈ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം ഉപ്പ് വെള്ളം ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ഞാൻ. ഇനി കുറച്ച് സമയം ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അതുവരെ അവിടെ വെക്കാം. അപ്പോൾ ഇതാ കറിയെല്ലാം നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ കിച്ചണത്തെ പണിയെല്ലാം ഏകദേശം ഒന്ന് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല ഇങ്ങനെയൊക്കെ ആവുമെന്ന്. പിന്നെ കറിയും ചോറും എല്ലാം ആ സമയം കൊണ്ട് ആവുന്നൊന്നും പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിട്ടാ കേട്ടോ. അപ്പം ഹോസ്പിറ്റലിൽ നിന്ന് വിചാരിച്ചതാണ് അങ്ങനെ ഒന്നും വേണ്ട എന്നെല്ലാം വിചാരിച്ചതാണ്. പക്ഷെ ഓൻ്റെ പിന്നെ ആ സങ്കടമെല്ലാം കാണുമ്പോൾ ഞാൻ വേഗം ഒന്ന് പറഞ്ഞതാണ് കേട്ടോ. ഒന്നും നോക്കാണ്ട് അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ ഇതാ പിന്നെ അപ്പുറത്തുനിന്ന് ഉണ്ടാക്കിയതെല്ലാം ഞാൻ ഇവിടെ പിന്നെ അടുക്കളയിൽ എടുത്തുകൊണ്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കുട്ടികളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് കുട്ടികളെ ഞാൻ വിളിച്ചിട്ടും ഫുള്ളായിട്ടൊന്നും വിളിച്ചിട്ടില്ല. അപ്പോൾ മൂത്ത മോൻ്റെന് കുറച്ച് നല്ലോണം കുട്ടികളുണ്ടായിന്. അപ്പോൾ അവരെ ഒന്ന് വിളിച്ചിട്ടാ കേട്ടോ.
ഇങ്ങനത്തെ ടൈമെല്ലാം ആയതുകൊണ്ട് വിളിക്കണം എന്നല്ല എല്ലാവരും വിചാരിച്ചിന്. പക്ഷേ ഇങ്ങനെയെല്ലാം ആയിപ്പോയതുകൊണ്ട് വിളിച്ചിട്ടാണ്. അപ്പോൾ ഇതാ കുട്ടികളെല്ലാം ബലൂണോടെല്ലാം ഇങ്ങനെ തട്ടിക്കളിക്കുന്നുണ്ട്. അത് ഇനി സെറ്റാക്കി എടുക്കണം. ആ സമയം കൊണ്ട് അവരിങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ. അവരെ കളിയും ചിരിയും എല്ലാം കാണാൻ നല്ല രസമാണല്ലേ. പിന്നെ അവർ കളിക്കുന്നതും എല്ലാം കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. സമയം പോകുന്നതും അറിയില്ല അല്ലേ. ഇങ്ങനെ കുട്ടികളെല്ലാം ഉണ്ടാകുമ്പോൾ കളിക്കുന്നതും അങ്ങനെ കാണുമ്പോൾ. അപ്പോൾ ഈ ഹാപ്പി ബർത്ത്ഡേൻ്റെ ഇത് ഞാൻ പിന്നെ ഒരാളേന് വാങ്ങിച്ചിട്ട് വെച്ചതാണ് കേട്ടോ. പിന്നെ അത് മാറ്റിയിട്ടാണ് മൂന്നാളെയും ബർത്ത്ഡേ കഴിഞ്ഞിട്ട് തന്നെ മാറ്റാമെന്ന് വിചാരിച്ചിട്ട് അത് അവിടെ തന്നെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ ബലൂണും പിന്നെ ഓൻ്റെ വയസ്സിൻ്റെ നമ്പറും വാങ്ങിച്ചതേ ഇല്ലു. അപ്പോൾ ഇതാ ഇവരിങ്ങനെ തട്ടിയിട്ടെല്ലാം കളിക്കുന്നുണ്ട്. ഒരു ബലൂണ് പൊട്ടുന്നുണ്ട് കേട്ടോ. ഇവർ ഈ പിന്നെ ഫങ്ഷനെല്ലാം കഴിഞ്ഞാൽ പിന്നെ ആ ബലൂണെല്ലാം പൊട്ടിച്ചെടുക്കും കേട്ടോ. മുട്ടുസൂചി എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിക്കും. അപ്പം നല്ലൊരു രസമാണ് അവർ കളിക്കുന്നതും ആ സൗണ്ടും എല്ലാം കേൾക്കുമ്പോൾ നല്ലൊരു രസമാണ് കേട്ടോ. അപ്പോൾ ഇത് അവരൊക്കെ കൂടിയിട്ട് കുറച്ച് ഞാനും ഇങ്ങനെ ബലൂണെല്ലാം തട്ടിക്കളിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ആ അടുക്കളയിലത്തെ പണി തീർന്നതിന് പിന്നെ കുറച്ചൊരാശ്വാസമായി. ഞാൻ വിചാരിച്ചിരുന്നു തീരൂലേ, ഇത് ഫുഡൊന്നും വേഗം ആവൂലേ എന്നുള്ള കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഹസ്ബൻഡും കൂടെ സഹായിച്ചിട്ട് വേഗം ആയതുകൊണ്ട് എനിക്കൊരു സമാധാനമായി. അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണം. ആ ബലൂണെല്ലാം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒട്ടിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ പോയിട്ടുണ്ട് അങ്ങോട്ട്. അപ്പം നമ്മൾ ഒന്ന് ബലൂണെല്ലാം ഇങ്ങനെ സെറ്റാക്കി എടുക്കുന്നതാണ്. അപ്പോൾ ഇതാ പുറത്തുനിന്ന് വാതിലെല്ലാം അടക്കുന്നുണ്ട്. രാത്രിയായില്ലേ, അപ്പോൾ വാതിലെല്ലാം അടച്ചിട്ട് കുട്ടികളൊക്കെ പുറത്തുണ്ടായിട്ടുണ്ട്. അതിനപ്പോൾ അവരെല്ലാം ഉള്ളിലാക്കിയിട്ട് വാതിലെല്ലാം അടച്ച് കർട്ടനെല്ലാം ഒന്ന് താത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കേക്കെല്ലാം ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിന്. കേക്ക് ഞാൻ ബേക്കറിയിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിന് പേരൊന്നും എഴുതിയിട്ട് ആ പേര് അവർക്ക് അവിടെ തിരക്ക് ഉണ്ടായതുകൊണ്ട് പേരെഴുതുന്ന ആളായിട്ടും ഇല്ലാത്തതുകൊണ്ട് എന്നോട് ചോദിച്ചിരുന്നു പേരെഴുതുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ എഴുതിക്കോളും തന്നെ. അപ്പോൾ അവർ പൈപ്പിംഗ് ബാഗിൽ തന്നെ ക്രീമും ആക്കിയിട്ട് തന്നതാണ് കേട്ടോ. അപ്പോൾ ഈ കേക്ക് ഫ്രഷ് ക്രീം വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഉണ്ടാക്കിയതല്ല. അപ്പോൾ ഫ്രഷ് ക്രീമിൻ്റെ കേക്കാണ് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചതാണ് കേട്ടോ. ചെറിയൊരു കേക്കേ വാങ്ങിച്ചിട്ടും വലിയൊന്നും വാങ്ങിച്ചിട്ടാ. അപ്പോൾ ഇതാ ഇങ്ങനെ എഴുതുമ്പോൾ കുട്ടികൾ അപ്പുറത്തുനിന്ന് എൻ്റെ കൈയെല്ലാം അനക്കുന്നുണ്ട്. അപ്പോൾ വേഗം ഒന്ന് പേരെല്ലാം എഴുതിയെടുക്കണം. അവരിങ്ങനെ നോക്കുന്നെല്ലാം ഉണ്ട്. ഇങ്ങനെ പേരെഴുതുന്നതെല്ലാം ഇങ്ങനെ അവർ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ഈ കേക്ക് കട്ട് ചെയ്യണം, ആ കട്ട് ചെയ്യുന്ന ഒരു ആകാംക്ഷയിൽ നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടും ഹായ് പറയാൻ വേണ്ടിയിട്ടെല്ലാം പറഞ്ഞിട്ട് അവർ പറയുന്നതാണ്. ഫോട്ടോ എടുക്കാൻ അവരിങ്ങനെ എഴുതിയെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ നിൽക്കുന്നുണ്ട് ഇവരെല്ലാവരും. അപ്പോൾ ഇതായി അതിൻ്റെ അടുക്ക് എൻ്റെ ചെറിയ മോന് പറഞ്ഞ് ഞാൻ കട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് കുറേ ഇങ്ങനെ കരയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയല്ലോ ഓനെ പറഞ്ഞ്, അപ്പോൾ ഓനെ പറഞ്ഞിട്ട് സെറ്റാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഓൻ്റെ ഫ്രണ്ട്സുകൾക്കും എല്ലാവർക്കും കേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ലാസ്റ്റ് പിന്നെ എൻ്റെ ചെറിയ മോൻ കട്ട് ചെയ്തട്ടാ. അപ്പോൾ ഇതാ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇങ്ങനെ കുട്ടികൾക്ക് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രഷ് ക്രീം വെച്ചിട്ട് ചെയ്ത കേക്കാണ് നല്ല ടേസ്റ്റ് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ്. പക്ഷെ എനിക്ക് അത്ര ഒരു ടേസ്റ്റ് തോന്നിയിട്ടാട്ടോ, ഓവറായിട്ടാണ് തോന്നിയത്. പിന്നെ നമ്മളെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത് എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ഇത് ടേസ്റ്റ് ഇല്ലാത്തില്ല, പക്ഷെ ഓവറായിപ്പോയിന് കേട്ടോ. ആ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ചോക്ലേറ്റും അതെല്ലാം കൂടിയിട്ട് നല്ല ഓവറായി പോയിട്ടുണ്ടായിന്. അപ്പോൾ ഇതാ കുട്ടികളൊക്കെ ബലൂണെല്ലാം പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഇനി ഞാൻ ഇതാ ടേബിളെല്ലാം ഒന്ന് പിന്നെ ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അവർ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബലൂൺ പൊട്ടിച്ച് കഴിഞ്ഞിട്ടില്ലെങ്കിൽ രാത്രിയെല്ലാം ഓരോന്നായിട്ട് പൊട്ടുമ്പോൾ നമ്മൾ ഉറങ്ങുമ്പോൾ ഞെട്ടും കേട്ടോ, അപ്പോൾ ഇടിക്കും. അപ്പോൾ അതിനെക്കാട്ടി നല്ല അവർ പൊട്ടിക്കുകയും ചെയ്താൽ അവരെ സന്തോഷവും എല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വേഗം എല്ലാം പൊട്ടിച്ച് കഴിച്ചതാട്ടാ. അപ്പോൾ ഇതാ എല്ലാവർക്കും ചോറ് വിളമ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓരോരാൾക്ക് അങ്ങനെ കറിയൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ കുട്ടികളായതുകൊണ്ട് അത്ര കറിയൊന്നും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ കുറച്ച് കറിയേ അവരിങ്ങനെ കൂട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാവർക്കും ഒന്ന് ഞാൻ വിളമ്പി കൊടുക്കുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇവരെല്ലാം ഉണ്ടായിട്ട് നല്ലൊരു രസമാണ്. അപ്പം ബർത്ത്ഡേക്കെല്ലാം ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യല കേട്ടോ. അപ്പോൾ കുട്ടികളെല്ലാം വിളിച്ചിട്ട് കഴിക്കൽ തന്നെ. അപ്പോൾ നല്ലൊരു രസമാണ്. അവരുണ്ടാകുമ്പോൾ നല്ല ആ സമയം പോകുന്നേ അറിയില്ല. അത്ര പോര സമയത്തേക്ക് നമുക്ക് നല്ലൊരു സന്തോഷമായിരിക്കും. അവരെ കളിയും ചിരിയും എല്ലാം കാണുമ്പോൾ നല്ലൊരു ഹാപ്പി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാം വിളമ്പി കൊടുക്കുന്നുണ്ട്, തൈരും അങ്ങനെയെല്ലാം ആയിട്ട്. അപ്പോൾ അവരൊക്കെ കഴിച്ചു തുടങ്ങുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ. ഏകദേശം ഇപ്പോൾ ഒരു 9 മണിയായിട്ടുണ്ടാവും. ആ 9 മണിക്കാണ് കേട്ടോ ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ ഇവർക്ക് വേഗം പോകണം. പിന്നെ മദേഴ്സ് സ്കൂളെല്ലാം ഇല്ലല്ലോ. അപ്പോൾ രാവിലെ എണീക്കെല്ലാം ചെയ്യണ്ടേ, കുറച്ച് ഹോംവർക്കും അതെല്ലാം ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ചെയ്യണ്ടേ അല്ലേ. അപ്പോൾ വേഗം ഫുഡ് കൊടുത്തിട്ട് വേഗം അയക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് ഓരോരാളായിട്ട് എണീച്ച് കഴിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഫുഡ് കഴിച്ച് കഴിയാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യാൻ മറന്നേക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. ബൈ.